നമസ്കാരം, ഞാൻ അരുൺ സേതു. ഞാനിന്ന് തലവര മൂവിയെക്കുറിച്ചുള്ള 7 കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ ഈ സിനിമ കണ്ടു. ആ സമയം മുതൽ ഇത് ചെയ്യണം, ഇത് ഒന്ന് 10 പേരെ അറിയിക്കണം, ഈ സിനിമ അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആദ്യത്തെ കാര്യം, അർജുൻ അശോകൻ. എന്ത് പെർഫോമൻസാണ് പുള്ളിയുടെ. കാര്യം ഞാൻ അടുത്ത കാലത്ത് അറ്റ് പ്രസൻറ്റ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വേറെ ഒരു ആക്ടറിലും അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് വിറ്റ്ലിഗോ, അതായത് വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയാണ് പുള്ളിക്കുള്ളത്. ഇത് ഒരാൾ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊരു വിക്ക് വന്നാലോ കാല് സുഖമില്ലെങ്കിലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കലി നമുക്ക് കാണിക്കാൻ പറ്റും, വയ്യ എന്നുള്ളതും വിക്ക് സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നമൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഒരു മാനസിക പ്രശ്നമാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പേ, കാര്യം ഞാൻ അപമാനിതനായി നിൽക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവാം. അപ്പം പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഫസ്റ്റ് ടു ലാസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഒരു ഇതിലൊക്കെ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്, അസുഖം വരുന്നുമ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് പുള്ളി കൊടുക്കുന്നത്. ഒരു ഫോട്ടോ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ, കാര്യം സ്വയം കാണാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല. അത് ഫോട്ടോഗ്രാഫിലൂടെ ആയാലും അല്ലെങ്കിൽ തന്നെ വീഡിയോയിലൂടെ ആയാലും അതൊന്നും താല്പര്യപ്പെടുന്ന ഒരാളല്ല. പുള്ളിയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച പെർഫോമൻസാണ് ജ്യോതിഷ് എന്നുള്ള ക്യാരക്ടർ. ജ്യോതിഷ് എന്നാണ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര്. അതിനെ വിളിക്കുന്നത് വെള്ളപ്പാണ്ടുള്ളതുകൊണ്ട് പാണ്ട എന്നാണ് കൂട്ടുകാരൊക്കെ വിളിക്കുന്നത്. ചില ആക്ടേഴ്സിന്, ഇപ്പോൾ മമ്മൂക്ക കഥ പറയുമ്പോൾ, അപ്പോൾ ചില ആക്ടേഴ്സിൻ്റെ ആ ഒരു ഒറ്റയാൾ പെർഫോമൻസ് ഉണ്ട് ക്ലൈമാക്സ് ടൈമിൽ. ഈ പെർഫോമൻസാണ് സിനിമയെ ടോട്ടൽ നിലനിർത്തുന്നത്. അപ്പം ഈ സിനിമയെ നിലനിർത്തുന്നത് അർജുൻ അശോകൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആ ഒരു പെർഫോമൻസ്, വെള്ളപ്പാണ്ടെന്നുള്ള രോഗാവസ്ഥ, അതിൻ്റെ മാനസികാവസ്ഥ, അതിൻ്റെ ബോഡി ലാംഗ്വേജ്, അത് ത്രൂ ഔട്ട് നിലനിർത്തുന്നു. അത് മാത്രമല്ല, ക്ലൈമാക്സ് സീൻ, എൻ്റെ പൊന്നെ, ഒന്ന് കാണേണ്ടതാണ്. പുള്ളിയുടെ ആ പെർഫോമൻസ് ക്ലൈമാക്സിലുള്ള ഒറ്റയ്ക്ക്, ആ ഒരൊറ്റ ക്ലൈമാക്സിലാണ് ഈ ടോട്ടൽ സിനിമ നിൽക്കുന്നത്. കാര്യം അതില്ലെങ്കിൽ സിനിമയില്ല. അവിടെ നമ്മൾ, സത്യം പറയട്ടെ, ഞാൻ കരഞ്ഞു, സീരിയസ് ആയിട്ട് കരഞ്ഞു. ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു സാധനം പോലെയാണ് ഫീൽ ചെയ്തത്. അത്രമാത്രം ഒരു റിയലിസ്റ്റിക് ഫീല് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അർജുൻ അശോകനാണ് എൻ്റെ ഒന്നാമത്തെ റീസൺ ഈ സിനിമയ്ക്കുള്ളത്. രണ്ടാമത്തത് രേവതി ശർമ്മ. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയെ പോലെ ആ നായികയെ ഫീൽ ചെയ്യുള്ളൂ. നായകന് വെള്ളപ്പാണ്ടുള്ള ഒരാളാണ്. സോ നമ്മളെ നോർമൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള ഒരാളിനെ ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഈ നായിക ജ്യോതിഷ് എന്ന് പറഞ്ഞാൽ അർജുൻ അശോകനെ ഇഷ്ടപ്പെടുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഞാൻ വിട്ടിട്ട് പോയില്ല എന്നുള്ളതാണ്. ആ ഒരു ഡയലോഗ് വഴിയാണ് ആക്ച്വലി പ്രപ്പോസ് ചെയ്യുന്നത്. അത് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? നായകനെ പ്രപ്പോസ് ചെയ്ത്, ഈ അസുഖമുള്ള നായകനെ. ഇതിൽ ത്രൂ ഔട്ട് നമുക്ക് റൊമാൻസ് അത് വളരെ രസകരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇത്രത്തോളം റൊമാൻസ്